ആദ്യം തന്നെ ഞാൻ നമ്മളെ MLA-ക്ക് വലിയൊരു അഭിനന്ദനം പറയാണ്. കാരണം ഇതുവരെ കേരളത്തില് ഒരു MLA എടുക്കാത്ത ഒരു ഇനീഷ്യേറ്റീവാണ് MLA എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് MLA വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് വരെ ചെയ്ത ആളാണ് ഞാൻ. അത് ആ ഒരു മൈൻഡിൽ എടുത്താൽ മതി. അത് MLA-നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് കഴിഞ്ഞ ഭരണം തന്നെ തുടരണം എന്നുള്ള എന്റെ പേഴ്സണൽ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടും ആ ജനങ്ങൾ വിധിച്ച വിധി നല്ലതിനായി എന്നാണ് ഞാനിപ്പോ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു MLA നമ്മുടെ നാട്ടിന് വന്നത് നമുക്കെല്ലാം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാണ്. നമ്മളെ താനൂരിലെ ഒരു മാപ്പിള സഖാവിന്റെ വാക്കുകളാ. എന്താണ്? 10 വർഷം പിണറായി വിജയൻ ഭരിച്ചിട്ടും തുടരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോഴാണ് സഖാവിന് മനസ്സിലാകുന്നത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവണേ. അപ്പോൾ 10 വർഷം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോയ 10 വർഷം കഴിഞ്ഞ് വീണ്ടും തുടരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയൊരു നിഷ്കളങ്കമായ ഒരാഗ്രഹമാണോ? അപ്പോ എന്താ ഇത്? അത്ര നിഷ്കളങ്കതയിൽ നിന്നുള്ള വാക്കുകളൊന്നല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോടുണ്ടായ വിരോധം കാരണം പണിയെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിൽ താനൂരിൽ വേണ്ട രീതിയിൽ പണിയെടുത്തു. പക്ഷെ താനൂരിൽ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അന്തർമാന് അപ്പം അറിയായിരുന്നു കാര്യം. എന്ത്? 8 നിലയിൽ പൊട്ടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് ഇവിടുന്ന് മാറിയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് നോക്കി നോക്കാം, എന്നാലേ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് അങ്ങനെ നോക്കാം. ഒരു സൈക്കോളജിക്കൽ മൂവ്. അതിന് അന്തർമാൻ ഒരു കാരണം പറഞ്ഞു. എന്ത്? എൻ്റെ ജന്മനാട്ടിൽ എനിക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അന്തർമാൻ താനൂരിൽ നിന്ന് തിരൂരിക്ക് പാഞ്ഞത്. അപ്പോൾ അന്തർമാൻ കരുതിയത് എന്താ? ഞാൻ നാട്ടുകാരനാണ് എന്ന പേരിൽ എനിക്ക് 4 വോട്ട് കിട്ടും എന്നാണ് അന്തർമാൻ കരുതിയത്. അന്തർമാൻ അത് അന്ന് മനസ്സിലായി. പക്ഷേ സഖാവിന് മനസ്സിലായത് എല്ലാം കഴിഞ്ഞപ്പോഴാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന് ഇപ്പോഴത്തെ MLA-യുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ അന്ന് ഈ മാറ്റം നല്ലതിനായിരുന്നു എന്ന് സഖാവ് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന 10 വർഷം അതേ പ്രശ്നങ്ങൾ അതേ രീതിയിൽ അതേപടി നിലനിന്നിരുന്ന സമയത്ത് വീണ്ടും തുടരണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താ? ഇപ്പോൾ മാറിയപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന് സഖാവ് തന്നെ സമ്മതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് പ്രശ്നങ്ങൾ അപ്പടിയെ നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ അപ്പടിയെ നിലനിൽക്കുന്ന പിണറായി വിജയൻ ഭരണം തുടരണമെന്ന് ആഗ്രഹിച്ചതിന് പിന്നിൽ ഒരു ചേതോവികാരമുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു നിഷ്കളങ്കനല്ല, അത് നിഷ്കളങ്കനാണ് എന്ന് വരുത്തി തീർക്കാൻ ഞാൻ ഒരു പാർട്ടിയിലുമില്ല, എവിടെയുമില്ല, പാർട്ടിക്കാരനൊന്നല്ല. അതിനു വേണ്ടിയുള്ള ശ്രമം, അല്ലാതെ ഒരു വലിയ നിഷ്കളങ്കനായിട്ടില്ല. ഇപ്പോഴും ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാലോ പറയല്ലാതെ വേറെ വഴിയുമില്ല. ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് തന്നെ ഇത് ഇവൻ്റെ മാത്രം പ്രശ്നമല്ലാന്ന് ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചെന്നുള്ളൂ. ഇതിപ്പോൾ കേരളത്തിലാകമാന സകലമാന സ്ഥലത്തും ഇതന്നെയാ പ്രശ്നം. സകലമാന സ്ഥലത്തും ഇതാ പ്രശ്നം. ഇന്നിപ്പോൾ മറ്റേ മരുമോൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. എന്ത്? എന്താ? കേരളം 3 മാസം കൊണ്ട് കേരളം നാറുന്നു. ശരിയാണ്, ആ നാറ്റം സഖാക്കളുടെ ഈ കുരുപൊട്ടി ഒലിച്ച ചീഞ്ചലത്തിൻ്റെ നാറ്റാണ്. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് തോറ്റ് കഴിഞ്ഞൊക്കെ 10 വർഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവറ്റകൾ. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം എന്താ? കാരണം ഒരു പണിക്കും പോണ്ട, കൈയിട്ട് വാരാൻ ഇഷ്ടം പോലെ അവസരങ്ങളും സാഹചര്യങ്ങളും, തൊട്ടാലും പിടിച്ചാലും ബക്കറ്റ് എടുത്തോളി, ഇറങ്ങിക്കോളി. ബക്കറ്റ് എടുക്കുക, പിരിക്കുക, നക്കുക, ഇതന്നെയായിരുന്നു പരിപാടി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി എന്ന് പറഞ്ഞ കഴിഞ്ഞ 10 വർഷക്കാലം സഖാക്കൾ അങ്ങനെ സുഖിച്ച് അർമാദിച്ച് ജീവിക്കായിരുന്നു.
ഇപ്പൊ 3 മാസമായിട്ട് കരച്ചിലോട് കരച്ചിലാ. ആ കുരുപൊട്ടി ഇങ്ങനെ ഒലിച്ചിട്ട് ആ ചീഞ്ചലുണ്ടല്ലോ, ആ ചീഞ്ചലത്തിന്റെ ദുർഗന്ധം കേരളം ഒന്നടങ്കം പരന്നിരിക്കുന്നു ഈ കുരുപൊട്ടി ഒലിച്ചതിൻ്റെ. അതാണ് നാറ്റം. മനസ്സിലായില്ലേ? ആ നാറ്റം, ആ കുരുപൊട്ടിയത് ആർക്കൊക്കെ ഉണ്ട്? ഈ പറയുന്ന മരുമോനടക്കോ. ഒന്ന് ആലോചിച്ച് നോക്ക്. 10 വർഷക്കാലത്തെ ഭരണത്തിലെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ വ്യക്തി ആരാന്നറിയോ? ആരാ? റിയാസ്. എന്തേ? ആദ്യം ഒരു കല്യാണം കഴിച്ച് ആ കല്യാണം തല്ലി പിരിഞ്ഞ് കേസായി, കോടതിയായി, ഡിവോഴ്സായി പോയി. ഓള് പോയി. അങ്ങനെ പെണ്ണുമില്ല, വടക്കോയുമില്ല, കുട്ടികളുമില്ല, കുടുംബവുമില്ല. ഇങ്ങനെ നടക്കായിരുന്നു. അവിടെ നിന്ന് MLA ആക്കി, മന്ത്രിയാക്കി, മരുമോനുമാക്കി. ഈ 10 വർഷം ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ വ്യക്തി എന്ന് പറയുന്നത് ഈ മരുമോനാ. മരുമോൻ ഇന്ന് വലിയ കുരുപൊട്ടല. കാരണം എന്താ? പോയി, എല്ലാം പോയി. ഇപ്പൊ ഒരു പണിയില്ല, ഒരു പരിപാടിയില്ല. പോരാത്തതിനോ ഒരു ഭാഗത്തുനിന്ന് ഒരു പണിയില്ല എന്നുള്ള കാര്യം മാത്രമല്ല. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം പ്രശ്നം അമ്മാച്ചന് തെരുവിലൂടെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈടിയാണെങ്കിൽ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം ഈടിയുടെ കാര്യങ്ങളിലൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇന്നതില്ല. അപ്പോൾ ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. അല്ലാണ്ട് ഇപ്പോൾ കേരളത്തിൽ വേറെ ആക്കി. ഇത്രയും വലിയ നേട്ടം ഉണ്ടായ ഒരു വ്യക്തി കേരളത്തിൽ വേറെ ആരാ? രണ്ടാമത് കെട്ടി, മന്ത്രിയായി. ഇത്രയും വലിയ നേട്ടം വേറെ കേരളത്തിൽ ആർക്കുണ്ടായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഞാൻ പറയുന്നത്, ഇത് അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് അങ്ങോട്ട് ഒക്കണില്ലെന്നേ. ഭരണം പോയി, തോറ്റ് തുന്നം പാറി എന്നുള്ളത് മനസ്സുകൊണ്ട് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സഖാക്കള് ഒന്നും പറയണ്ട. ആകെ നാറ്റിച്ച് തൂറാത്തം തൂറിയപ്പോൾ തീട്ടം കൊണ്ടാറാട്ട് എന്ന് പറഞ്ഞ മാതിരിക്ക് അങ്ങോട്ട് തൂറി ബരകി കാണുന്നിടത്തൊക്കെ വാരി തേച്ച് ഇതെന്നെ അവസ്ഥ. കരച്ചിലോട് കരച്ചില്. നേരം വെളുത്താ തുടങ്ങും കരച്ചില്. പണിയില്ലാണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ വീട്ടിലിരിക്കല്ലേ. മനസ്സിലായില്ലേ? ആരൊക്കെ ഇരിക്കുന്നുണ്ട്? ശിവൻകുട്ടി ഇരിക്കുന്നുണ്ട്, വീണ ജോർജ് ഇരിക്കുന്നുണ്ട്. വീണ വിജയന് ഇപ്പോൾ പണിയൊന്നും ഇല്ല കേട്ടോ. മറ്റേത് അമ്മൻ്റെ പെൻഷൻ കാശ് കൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് പണിയില്ലെങ്കിലും മാസപ്പടി വരുന്നുണ്ടായിരുന്നു. ഇപ്പം അതും പോയി. കാരണം എന്താ? അച്ഛൻ തെരുവിലൂട്ട് അടക്കാണ്, അവ മാസപ്പടി വരുത്തുന്നു. അപ്പോൾ വീണ ജോർജ്, ശിവൻകുട്ടി, വീണ വിജയൻ, MB രാജേഷ്, P രാജീവ്, മനസ്സിലായില്ലേ? അങ്ങനെ ഒട്ടനവധി. പിന്നെ കൂട്ടത്തിൽ തലതൊട്ടപ്പന്മാർ. അതിൽ ഈ പറയുന്ന സെക്രട്ടറിയുടെ ഭാര്യ, LDFൻ്റെ സംസ്ഥാന കൺവീനർ, പിന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, KK ശൈലജ എന്ന് വേണ്ട എല്ലെണ്ണും ഒരു പണിയുമില്ല. ഇതിപ്പോൾ എല്ലാ ആഴ്ചയും ഇവിടുന്ന് വണ്ടിയും പിടിച്ച് ഡൽഹി പോയിട്ട് കേന്ദ്ര കമ്മിറ്റി കൂടാൻ പറ്റുമോ? കേന്ദ്ര കമ്മിറ്റി കൂടുന്ന ഇവിടുന്ന് ആൾ പോകണം. അല്ലാണ്ട് ഇപ്പോൾ അവിടെ കേന്ദ്ര കമ്മിറ്റി കൂടാനുള്ള ആളൊന്നുമില്ല. ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് വണ്ടിയും പിടിച്ച് ആൾക്കാർ ഡൽഹിക്ക് പോയാൽ ആ കേന്ദ്ര കമ്മിറ്റി കൂടുതൽ എടുക്കുള്ളൂ. അതും പറ്റൂല. അപ്പം എല്ലാ ആഴ്ചയും ഇവിടുന്ന് ഡൽഹിക്ക് വണ്ടി കയറാൻ പറ്റുമോ? ഭരണം ഉണ്ടായപ്പോൾ എങ്ങനെയെങ്കിലും ആ ഖജനാവിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇങ്ങോട്ട് വലിക്കാമെന്ന് വിചാരിക്കാം. ഇപ്പം അതും പറ്റൂല. ഇപ്പം വലിച്ചതൊക്കെപ്പാടെ സതീശനെ അങ്ങോട്ട് വലിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ പണിയില്ലാതെ, പണിയും തൊരമില്ലാതെ ചൊറിയും കുത്തിയിരിക്കണ കുറേ എണ്ണുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആകെ പേരിന് പൊരുത്തിന് എന്തെങ്കിലും പണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താ പണി? ഒരു പണിയുമില്ല. അങ്ങനത്തെ ഒരു പണി ഉണ്ടോ ചോദിച്ചാലുണ്ട്. അതാർക്കുള്ളത്? ഈ പറയുന്ന മരുമോൻക്കും അമ്മാച്ചനും മാത്രമാണ്. ഇവർ രണ്ടാളും അല്ലാത്തവരെല്ലാം ചൊറിയും കുത്തിയിരിക്കുക. അപ്പോൾ അത് വലിയ രീതിയിൽ ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ തോൽവി അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിച്ചാൽ ഒരേ ഒരു പ്രശ്നമുള്ളൂ. എന്താണ് ആ പ്രശ്നം? ഈ പറയുന്ന തോൽവി അംഗീകരിക്കാൻ കഴിയാത്ത സഖാക്കൾ. തോൽവി അംഗീകരിക്കാൻ എന്ന് പറഞ്ഞാൽ തോറ്റെന്ന് ബോധ്യ. പക്ഷെ ഇത് മനസ്സിനങ്ങോട്ട് പറഞ്ഞ് പാകപ്പെടുത്താനേ പറ്റണില്ല.
ആ കൂട്ടത്തിൽ ഏറ്റവും അധികം വേദനിക്കുന്ന ആളുകളുള്ളത് ഈ മലപ്പുറം ജില്ലയിലാണ്. കാരണം എന്താ, ഇവിടെ പാകപ്പാടുള്ള ഒരു സമ്പാദ്യ ആനമുട്ടയാണ്. ഈ ആനമുട്ടയും പിടിച്ചുകൊണ്ട് ഇത് ഓംലെറ്റ് അടിക്കാൻ പറ്റുമോ? മറ്റേതൊരു ഓംലെറ്റ് എങ്കിലും അടിച്ച് തിന്നിരുന്ന്. ഇതിപ്പോൾ കോഴിമുട്ടയാണെങ്കിൽ ഇതിപ്പോൾ ആനമുട്ട കൊണ്ട് എങ്ങനെ ഓംലെറ്റ് അടിക്കാനാ? ഏത് പാത്രത്തിലാണ്? ബിരിയാണി ചെമ്പിൽ പോലും പറ്റൂല. ഇനിയിപ്പോൾ ബിരിയാണി ചെമ്പിൽ അടിക്കാമെന്ന് വിചാരിച്ചാലോ, ആ അടിക്കണ ബിരിയാണി ചെമ്പ് വാടക എടുക്കണോ? വാടക പൈസ കൊടുക്കണം. വാടക പൈസ കൊടുക്കാൻ വേണ്ടേ? കാരണം എന്താ, പിരിവും നടക്കണില്ല, ഭരണവുമില്ല. കൈയിട്ട് വാരലും നടക്കണില്ല, കൈയിട്ട് നക്കലും നടക്കണില്ല, രണ്ടും നടക്കണില്ല. ബിരിയാണി ചെമ്പിന് വാടക കൊടുക്കാൻ വേണ്ട എന്തെങ്കിലും അതുമില്ല. അപ്പം എല്ലാ അർത്ഥത്തിലും ഈ ആനമുട്ട കിട്ടിയ ആൾക്കാർ, ഏത് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച്, എങ്ങോട്ട് തിരിഞ്ഞാലും ലീഗുകാർ. ഗ്രാമസഭയ്ക്ക് പോയാൽ ലീഗുകാർ, പഞ്ചായത്ത് പോയാൽ ലീഗുകാർ, മുനിസിപ്പാലിറ്റി പോയാൽ ലീഗുകാർ, MLA നോക്കി പോയാൽ അവിടെ ലീഗുകാർ. പേരിനെങ്കിലും ഒന്നും വേണ്ടേ? കാവുംപുറത്തുള്ളവനാണെങ്കിൽ ചായപ്പൊടിയല്ലോ. MLA ആഫീസില്ല, ഇപ്പം ചായപ്പൊടിയല്ലാണ്. അപ്പോൾ ഈ മലപ്പുറത്താണ് ആകപ്പാടെ, മലപ്പുറം, എറണാകുളം, അങ്ങനെ ഈ തൂത്തിങ്ങോട്ട് വാരിയല്ലോ. അവിടങ്ങളിലാണ് വലിയ ഇടങ്ങാറ് എന്ന് പറഞ്ഞാൽ വലിയ ഇടങ്ങാറ്. ആകപ്പാടെ എങ്ങോട്ടും ഇറങ്ങാനും പറ്റുന്നില്ല, ഒരു വഴിക്ക് പോകാനും പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്നും പഞ്ചായത്ത് കയറാമെന്ന് വിചാരിച്ചാൽ ഈ അവിടെ പോയാലാണെങ്കിൽ ഈ ലീഗുകാരെ കാണണമെന്ന്. ഇപ്പം മലപ്പുറത്തെ അവസ്ഥ നോക്ക്. വാർഡ് മെമ്പർ ലീഗുകാരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗുകാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗുകാരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗുകാരൻ, MLA ലീഗുകാരൻ, MP ലീഗുകാരൻ, മന്ത്രി ലീഗുകാരൻ. എങ്ങോട്ട് വെറ്റകൾ ഇപ്പോൾ എന്താ പറയണത് വേറൊന്നുമല്ല, ലീഗുകാരെ തട്ടിയും തടഞ്ഞിട്ട് നടക്കാൻ പറ്റണില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഈ തട്ടിയും തടയലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി ഏർപ്പാട്, ഏത് ഈ പറയുന്ന ഏർപ്പാടും കൊണ്ട് ഇറങ്ങണത്. മനസ്സിലായില്ലേ? അവിടെയും ഇല്ല ഇവിടെയും ഇല്ല. അന്ന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഇന്നും പ്രശ്നമൊന്നുമില്ല. എല്ലാം രണ്ട് തലക്കും ചവിട്ടും. രണ്ട് തോണിയിലും കാല് വെക്കണ ഈ ഏർപ്പാട് എന്താ? എന്നാലോ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വെറ്റകൾ ജയിച്ചല്ലോ പടച്ചോനെ, ഞാൻ എന്തൊക്കെ ഇട്ട പണിയൊക്കെ വെറുതെ വെള്ളത്തിൽ വളിയിട്ട പോലായില്ലേ എന്നുള്ളതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ആ ഒരു വിരോധം അങ്ങോട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. എന്നാ ഇതൊട്ട് അങ്ങോട്ട് അംഗീകരിക്കാതെ വേറെ വഴിയില്ല. ആകപ്പാടെ വെപ്രാളവും ബേജാറും കൊണ്ട് ഒരു അയ്യര് കളി. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകില്ല, തിരിഞ്ഞാലും മറിഞ്ഞാലും എവിടെ നോക്കിയാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ നിന്നിങ്ങനെ തിരിയുക. അപ്പം ഞാൻ പറഞ്ഞത് എന്തായിരുന്നു ഇപ്പോൾ കാരണം? ഇപ്പോൾ 10 വർഷം ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് നല്ല ബോധ്യമുള്ള ഒരുത്തൻ. പക്ഷെ ഓൻ പറയാണ് വേണ്ട, തുടരണം. അതിന് വേണ്ടി പറയുക മാത്രമല്ല, അതിൻ്റെ മേലെ 10 വോട്ട് ഉണ്ടാക്കാൻ ആളെ പിടിക്കാനുള്ള പണിയെടുത്തു. പണിയെടുപ്പോൾ ആർക്ക് കൊടുക്കുക? പക്ഷെ ഇത് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ കൂലി കിട്ടണ്ടോ? കൂലി കിട്ടണമെന്നില്ല, എന്നാലല്ലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ 10 വോട്ട് ഉണ്ടാക്കാനുള്ള പണിയൊക്കെ എടുത്ത്, പക്ഷെ വോട്ട് കിട്ടിയോ? വോട്ട് കിട്ടിയില്ല. അപ്പം അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ആകപ്പാടെ ഒരു കാരണമുള്ളൂ, ലീഗിനോടുള്ള വിരോധം. ലീഗുകാരെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. അതിപ്പോൾ അല്ലെങ്കിലും അങ്ങനെ ഇരുന്നല്ലോ. വെള്ളാപ്പള്ളി നടേശന് കണ്ടുകൂടാ, പിണറായി വിജയന് കണ്ടുകൂടാ, AK ബാലന് കണ്ടുകൂടാ, വിജയരാഘവന് കണ്ടുകൂടാ. ഇവന്മാർ ചെയ്ത മലപ്പുറത്ത് ചെയ്ത ഏറ്റവും വലിയ പോയത്തരം, ഞാൻ ആ വിജയരാഘവൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ. ഇവർ മലപ്പുറത്ത് ചെയ്ത ഏറ്റവും വലിയ പോയത്തരം എന്താണെന്നറിയോ? ഇവരെ മലപ്പുറം ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചുമതല ആരെ ഏൽപ്പിച്ചു? ഈ വർഗീയവാദി വിജയരാഘവനെ ഏൽപ്പിച്ചു. എല്ലാ ചെങ്ങായിമാരെ, നിങ്ങൾ ഓൻക്ക് പകരം വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിനെങ്കിൽ നിങ്ങൾക്ക് മലപ്പുറത്ത് ഈ ആനമുട്ട എന്നുള്ളതെങ്കിലും ഒഴിവാക്കായിരുന്നു. മനസ്സിലായില്ലേ? ആ വിജയരാഘവനെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ആനമുട്ട എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ ആ വിജയരാഘവന് അങ്ങനെ എല്ലാവർക്കും ഇത് കണ്ടുകൂടാ. ഇത് പോരാഞ്ഞിട്ടോ വെള്ളാപ്പള്ളി നടേശൻ ഓനെ വെള്ളടി, എങ്ങനെങ്കിലും വെളുക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെളുക്കാത്ത വെള്ളാപ്പള്ളി നടേശനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പൻ ജലീൽ ഇവിടുന്ന് പണിയെടുക്കുക. എവിടുന്ന്? മലപ്പുറത്തുനിന്ന്. ഇപ്പോൾ എവിടുന്ന് പണിയെടുക്കണേ? ഇപ്പോൾ പണിയെടുക്കണത് കാവുംപുറത്തെ ചായപ്പൊടിയിൽ ഇരുന്നിട്ട്. വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ ആർക്കും പണിയില്ല. ജലീലിന് മാത്രമല്ലല്ലോ, പാത്തുമ്മക്കുട്ടിക്കും പണിയില്ല. പാത്തുമ്മക്കുട്ടിയും വീട്ടിലിരിക്കുക, ജലീൽ ചായപ്പൊടിയിലും ഇരിക്കുക.
ചോറുന്നാനാകുമ്പോൾ ബാത്മക്കുട്ടി ഒരു മിസ് കോൾ അടിക്കും, ജലീൽ പോകും, ചോറുന്നു, അതേ സ്പീഡിൽ തിരിച്ച് കാവുമ്പുറത്തെ ചായപ്പൊടിയേക്ക്. ഇതന്നെ ഇപ്പോൾ ഈ വിരോധം ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ. എന്നാലട്ടോ ഇതിപ്പോൾ എനിക്ക് നിങ്ങളോട് ഞാൻ തോറ്റിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇവിടെ ആനമുട്ട കിട്ടിയെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അതേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുമോ? ഇതങ്ങോട്ട് അംഗീകരിക്കണം. അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനും കഴിയൂല, അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോകാനും കഴിയില്ല. ആകെപ്പാടൊരു വെപ്രാളം. അതാണ് ഇപ്പോൾ ഈ സഖാവിൻ്റെ വാക്കുകൾ. മനസ്സിലായില്ലേ? താനൂരിലെ നവാസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണിയെടുത്ത്. താനൂരിൽ നവാസാണ് സ്ഥാനാർത്ഥി എന്ന് കണ്ടപ്പോൾ തന്നെ ആരോടി? അന്തർമാൻ ഓടിയിട്ട് നേരെ എനിക്ക് ഈ കുട്ടികളോടൊന്നും അന്ന് ഇവരെ ഡയലോഗാ അന്തർമാന്, എനിക്ക് കുട്ടികളോടൊന്നും വലിയ താല്പര്യമില്ല. കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളായിട്ട് എത്തൂല. അതുകൊണ്ട് ഞാൻ കുറുക്കോൾ എനിക്ക് പറ്റിയ എതിരാളി, അപ്പോൾ കുറുക്കോളിനെ ഞാൻ തോപ്പിച്ച് കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ടാണ് അന്തർമാൻ എവിടേക്കോടിയെ നേരെ വീട്ടിലടച്ച്. എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ പറയണ കേൾക്കണ. താനൂരിൽ ഇപ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി. താനൂരിൽ പോസ്റ്റർ അടിച്ച്, സ്റ്റിക്കർ ഒട്ടിച്ച്, ബാനർ കെട്ടി, റോട്ടുമ്മൽ എഴുതി, കണ്ണിക്കണ്ടുള്ള മതിലുമൊക്കെ എഴുതി. എന്നിട്ടോ അന്തർമാൻ ഇങ്ങോട്ട് ഇറങ്ങണ്ട വീട്ടിൽ നിന്ന്. ഞാൻ ഇറങ്ങൂല, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇറങ്ങൂല താനൂർക്ക്. അന്തർമാൻ എന്ത് ചെയ്യുന്നു? അന്തർമാൻ അറിയാം താനൂരിൽ നവാസാണ് മത്സരിക്കുന്നത്, താനൂരിൽ 8 നിലയിൽ പൊട്ടും എന്നുള്ളതറിയാം. അതാ അന്തർമാനോടിയെ. പക്ഷെ സഖാക്കൊക്കെ അത് മനസ്സിലാകാൻ എന്ത് വന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴാണ് സഖാക്കൊക്കെ ഇത് മനസ്സിലാവണേ. എന്തേ കാര്യം? ഇപ്പോൾ അങ്ങോട്ട് എന്നാലും ഇത് നമ്മൾ പലപ്പോഴും പറയുമല്ലോ, മനസ്സറിഞ്ഞ് ചെയ്യണം, മനസ്സറിഞ്ഞ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും പറയും അല്ലേ? ചിലപ്പോൾ ഒരാളത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളത് കൊടുക്കുമ്പോൾ ഒക്കെ പറയും, ആടാ മനസ്സറിഞ്ഞ് കൊടുക്കണടാ എന്ന് പറയൂലേ? അതുപോലെയാണ് ഈ മനസ്സറിഞ്ഞ് ഇത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആരൊക്കെ ബോധ്യപ്പെടുത്താലും ഈ സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പറ്റണില്ല എന്ന് ഇവറ്റകൾക്ക്. ആകെപ്പാടെ വെപ്രാളാണ്. മനസ്സിലായില്ലേ? ആ വെപ്രാളാണ് ഇപ്പം നമ്മൾ ഇന്ന് ആകെ കേരളത്തെ ആകെ നാറ്റിക്കിയ വിറ്റുകൾ. എന്താ കാര്യം? ഇതിങ്ങനെ ഒട്ടി ഒലിക്കല്ലേ? ഈ കുരു പൊട്ടി ഒലിച്ചിട്ടേ നാറിയിട്ടും കിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ.